ഇവിടെ മണലങ്ങ കേട്ടോ നോക്ക് ഇതോ മണലങ്ങ തീജ ഏതാ സെറ്റ് മണലില്ലാത്ത ഐലാൻഡ്. ഞാൻ ഇപ്പോൾ കോഴിക്കോടാട്ടോ. നമ്മളെ കേരള ടു കാശ്മീർ റോഡ് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് കർണാടകയാണ്. കർണാടകയിലെ ഹംപി പിന്നെ ഉടുപ്പി ഹംപിയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ട് പിന്നെ നേരെ നമ്മൾ ഗോവ പോകും. ഗോവ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മഹാരാഷ്ട്ര നമ്മൾ മുംബൈ പൂനെയൊക്കെ കറങ്ങി നേരെ ഗുജറാത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ രാജസ്ഥാൻ കഴിഞ്ഞ് നമ്മൾ ഹരിയാന പിന്നെ പഞ്ചാബ് പിന്നെ നേരെ കാശ്മീർ. അങ്ങനെ നമ്മളെ റൂട്ട് ഇപ്പോൾ ഫിക്സ് ചെയ്ത് നമ്മൾ മാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൂടായൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോണത് നമ്മളെ ബ്രസ കാറായിട്ടാട്ടോ. നമ്മൾ വണ്ടിയൊക്കെ ഇത് നല്ല കണ്ടീഷനിലാക്കിയിട്ടുണ്ടോ. നമ്മൾ ഏകദേശം ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറ്റിക്കണം. അതേമാതിരി നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളും അതേമാതിരി ഫുഡ് ഉണ്ടാക്കാനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഫുള്ള് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയിൽ. ഏതായാലും നമ്മളെ യാത്ര തുടങ്ങും കേട്ടോ. നമുക്ക് ഇനി നമ്മൾ ഫസ്റ്റ് പോണത് ഉടുപ്പിക്കാണ്. ഉടുപ്പിയിലെ ബീച്ച് നമുക്ക് കവർ ചെയ്യണം. അപ്പം നമുക്ക് ഏകദേശം ഇവിടുന്ന് ഉടുപ്പിക്ക് തന്നെ ഏകദേശം ഒരു 300-ൻ്റെ മേലെ കിലോമീറ്റർ ഉണ്ട്. 323 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ എന്തായാലും പിടിക്കും അടുത്താൻ. നമ്മളെ ഫസ്റ്റ് ടോൾ എത്തിയിട്ടുണ്ടോ. ഫസ്റ്റ് ടോള് എന്താ പന്തരങ്കാവ് ടോളല്ലേ ഇതിൻ്റെ പേര്, പന്തരങ്കാവ് ടോള്. നമ്മളത് ഇതിന് കുഴപ്പമില്ല. നമുക്ക് ആ 15 രൂപ പോകുള്ളൂ. എന്താ പറയല്ലേ മറ്റേ ആനുവൽ പ്ലാൻ കയറ്റി അതാണ് സുഖം കേട്ടോ. നമുക്കെന്നെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എന്തിനാ ആപ്പിൻ്റെ പേര് രാജ്മാർഗ് യാത്ര അങ്ങനെ തോന്നിട്ടാണ് അതിൻ്റെ പേര്. നമ്മൾ ആദ്യം ചെയ്ത് 178 ബാക്കിയുണ്ട്. ഇതാട്ടോ ഏറ്റവും സുഖം. നമ്മൾ ഡെയിലി യാത്രകളൊക്കെ ഉണ്ട്. ഡെയിലി യാത്ര അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാട്ടോ. ആകെ 15 രൂപ നമുക്ക് പോവുള്ളൂ. ഒരു വർഷത്തേക്ക് ആകെ 3000 രൂപയുള്ളൂ. 200 ടോൾ നമുക്ക് പാസ് ചെയ്യാമല്ലോ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് കേട്ടോ. എന്താ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം നമ്മൾ എഴുതിയാലും കേരള ടു കാശ്മീറാണ് പ്ലാൻ ചെയ്തത്. ഇനി അത് മാറ്റിയിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ആക്കണം. ആദ്യം കേരള ടു കാശ്മീർ ഫുൾ കവർ ചെയ്തിട്ട് നമുക്ക് സാധാരണ ഓൾ ഇന്ത്യ ട്രിപ്പാക്കി മാറ്റും. അതാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ ഏകദേശം മാഹി എത്താനായിട്ടോ. മാഹി കഴിഞ്ഞ് കുറച്ചും പാടുള്ളൂ. നമുക്ക് ഇതിൽ ഇവിടുന്ന് ഫുൾ ടാങ്ക് പെട്രോൾ ഡീസൽ അടിക്കണം നമുക്ക്. അവിടെ സൈഡിലൊക്കെ ബോർഡ് കാണും കേട്ടോ. 10 രൂപ കുറവ്, ഡീസലിന് 10 രൂപ കുറവ് പറഞ്ഞിട്ട്. ഇതിൽ നമുക്ക് ഇവിടുന്ന് ഇതിൽ ഫുൾ ടാങ്ക് അടിച്ച് വിടണം നമുക്ക്. ഇവിടെയൊക്കെ ഫുള്ള് റോഡ് പണി കഴിയാത്തതുകൊണ്ട് ഫുള്ള് ഇനി എന്താ പറയുക സർവീസ് റോഡ് കയറി പോകേണ്ടതെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഫുള്ള് സർവീസ് റോഡാണ്. ഇവിടെയൊക്കെ ഫുള്ള് ബോർഡ് അയച്ചു കേട്ടോ. മറ്റേ പെട്രോളിന് ഡീസലിന് കുറവ് പറഞ്ഞിട്ട് പല ബോർഡുണ്ട്. ഇങ്ങനെ ഫുള്ള് ഏകദേശമൊക്കെ ഫുള്ള് പെട്രോൾ പമ്പ് തന്നെ കയറും. ജിയോനൊരു പമ്പുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ റേറ്റ് കുറവന്നെയൊക്കെ അല്ലേ. ഇത് വർക്കിംഗ് പ്രോസസ്സാണ്. ഇത് പുതിയതാ, പണി കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഇയാളിവിടെ കമ്പിയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കണ്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ബോർഡത്തിൻ്റെ പരസ്യം തന്നെ. സെലിബ്രേറ്റ് മാഹി ലെസ് 11 to 12. 11 to 12 വരെ വിലക്കുറവ്. ഇതിൽ നമുക്ക് ഫുൾ ടാങ്ക് അടിച്ച് വിടണം. ഇവിടെ തിരക്കുണ്ടോ? ഇല്ല കേട്ടോ, തിരക്കില്ല. മേടിച്ചൂടി ഫുൾ ടാങ്ക് ഡീസൽ പെട്രോൾ ഡീസൽ. ₹83 കേട്ടോ പെട്രോളിനല്ല ഡീസലിന് കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ
സ്ഥലം മേലെ ചുവ. ഇതാണ് മക്കളെ ഉടുപ്പിക്കുള്ള ഷോർട്ട് കട്ട്. ഉടുപ്പിക്ക് ഇതിൽ കൂടെ ഉടുപ്പിക്ക് പെട്ടെന്ന് എത്തുന്നു. നമ്മളെ ഗൂഗിൾ മാപ്പ് പറ്റിച്ചാൽ തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. ഗൂഗിൾ മാപ്പ് റോഡ് ലെഫ്റ്റ് കയറി ഇവിടെ നോക്കുമ്പോ അവിടെ റോഡ് പണി. അപ്പൊ ഗൂഗിൾ മാപ്പ് കാണിച്ചെന്ന വഴിയാണ്. ഇതാണ് ഉടുപ്പിക്കുള്ള ഷോർട്ട് കട്ട്. ഇവിടെ പെട്ടെന്ന് എത്തുന്ന പറഞ്ഞിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെ എത്തുന്ന പറഞ്ഞിട്ട്. വഴിക്കുള്ള സ്ഥലമാണ്. നമുക്ക് ഉടുപ്പിയിൽ ഫസ്റ്റ് പോകാനുള്ളത് മാൽപ്പേ ബീച്ച് കേട്ടോ. നമുക്ക് ഫസ്റ്റ് പോകാനുള്ളത് അങ്ങനെ നമ്മൾ ഉടുപ്പി എത്തിയിട്ടോ. ഉടുപ്പി എത്തി ഏകദേശം മാൽപ്പേ ബീച്ചിൽ ഏകദേശം എത്തി തുടങ്ങി. നമ്മൾ ഇവിടുന്ന് കുറച്ചിട്ടേ ഉള്ളൂ. മാൽപ്പേ ബീച്ചിൽ ആകെ എത്ര 1 കിലോമീറ്ററിൻ്റെ അടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് ഇനി ഇതിലൊന്ന് ഫ്രഷ് ആവട്ടോ. ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാൻ. ഏകദേശം ഒരു സമയമൊക്കെ തുടങ്ങി, ഉച്ചയൊക്കെ തുടങ്ങിയിരിക്കണ്. നമുക്ക് ഇനി നേരെ ഡ്രസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങാം. നമുക്ക് ഇവിടെ എവിടെയൊക്കെ സ്ഥലം ഉണ്ടാവും കാരണം ഒന്ന് ഫ്രഷ് ആവാനുള്ള. ഇവിടെ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ മാൽപ്പേ ബീച്ച് എത്തിയിട്ടോ. ഇതാണ് മാൽപ്പേ ബീച്ച്. ഇതാണ് മെയിൻ ഇവിടുത്തെ ഉടുപ്പിയിലെ മെയിൻ സ്പോട്ട്. ഇവിടെ ഇതിന് പ്രത്യേകിച്ചാൽ ഇവിടെ ഒരു ഐലാൻഡ് ഉണ്ട്, ഒരു ടിമേരി ഐലാൻഡിലേക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ഇവിടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അതിൽ കയറിയിട്ടാണ് ഐലാൻഡ് പോലെ. ഇവിടെ ഈ ഐലാൻഡ് കാണാനായിട്ട് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര വെയിലാട്ടോ ഇവിടെ. പക്ഷേ ഇവിടെയൊക്കെ ഫുൾ ആൾക്കാരുണ്ടോ, നല്ല അത്യാവശ്യം ആൾക്കാർ. കാരണം ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട്. ഉടുപ്പിയിലെ മെയിൻ സ്പോട്ടാണ് ഇത്. ഈ മാൽപ്പേ ബീച്ചും അതേമാതിരിക്ക് നേരത്തെ പറഞ്ഞ ഐലാൻഡും. അപ്പോൾ അതിനായിട്ട് ഇവിടെ അത്യാവശ്യം ആൾക്കാർ ആ ഭാഗത്തൊക്കെ ടിക്കറ്റ് കൊടുത്തൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതാണ് നമുക്ക് ഐലാൻഡിലേക്ക് പോകാനുള്ള ബോട്ട്. ഈ ബോട്ടിലാണ് നമുക്ക് ഐലാൻഡിലേക്ക് പോകാനുള്ളത്. ഇവിടെ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണുള്ളത്. സോറി, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ മറ്റേ എൻട്രൻസ് ആണ്. എത്ര ബോട്ടുകൾ കയറാനുള്ള എൻട്രൻസ് ആണ്. ഇവിടെ എഴുതി വെച്ചു കേട്ടോ, സെൻറ്റ് മേരി ഐലാൻഡ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. അവിടെ എഴുതിച്ചിട്ടുണ്ട് കുറേ ബോട്ട് റൗണ്ടിങ്ങും ബനാന റൈഡും. ഒരാൾക്ക് 400 കേട്ടോ. ഒരാൾക്ക് 400 20 മിനിറ്റ് യാത്ര അങ്ങോട്ടും പിന്നെ ഇങ്ങോട്ട് 20 മിനിറ്റ് റിട്ടേണും പിന്നെ 1 അവർ അവിടെ സ്പെൻഡ് ചെയ്യാനും. അങ്ങനെ ഇതിൻ്റെ കണക്ക്. ടിക്കറ്റ് കിട്ടിയിട്ടോ 800 രണ്ടാൾക്ക്. ഇതാണ് നമ്മുടെ ബോട്ട് സർവീസ്. ഇതിലാണ് പോലെ. പിടിച്ച് കയറിക്കോളി മക്കളെ, പിടിച്ച് കൊഴിഞ്ഞാണെ നിലത്തുണ്ടാവും. അറിഞ്ഞോ നമുക്ക് സെലക്ട് ചെയ്യും. എനിക്ക് വിൻഡോ സീറ്റ് മതി, അതാകുമ്പോ കാറ്റും വിളിച്ചുണ്ടാവുമല്ലോ. അറിയില്ലേ? അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങി കേട്ടോ. നമ്മൾ ഐലാൻഡിലേക്ക് പോവാണ്. ഐലാൻഡിലേക്ക് പോകാൻ തുടങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ
നമുക്ക് ഏകദേശം 20 മിനിറ്റ് യാത്ര ഉണ്ട് കേട്ടോ. അങ്ങോട്ട് 20 മിനിറ്റ് ഉണ്ട്, അതേമാതിരിക്ക് റിട്ടേണും 20 മിനിറ്റാണ് ഉള്ളത്. പിന്നെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ ഏകദേശം ഒരു 1 ഹവർ അവിടെ ഉണ്ടാവും, സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. നമ്മൾ ഐലാൻഡ് എത്താനായിട്ടോ ഏകദേശം ഒരു 15 മിനിറ്റിലേറെ ആയി ഏകദേശം എത്താനായിട്ട്. ആ കാണാനാണ് നമ്മളെ ഐലാൻഡ്. വണ്ടി ഓഫാക്കിയോ? ഇവര് പിശുക്കന്മാരാ, പെട്രോൾ ലാഭിക്കാതുകൊണ്ട് ഇവിടത്തെ വണ്ടി ഓഫാക്കി. ആ സ്മൂത്തിൽ പോട്ടെ, എന്താ ചെയ്യാ. ഇതാട്ടോ ഇറങ്ങിക്കൂടി സ്ഥലത്തി ആർക്കും ഫാസ്റ്റില്ല കേട്ടോ. ഇയാളെ തുഴഞ്ഞുകൊണ്ടു നീക്കിക്കൊണ്ടു. എന്താ വെച്ചാ വണ്ടിയാണോ സ്റ്റാർട്ടാക്കി കൂടെ. ഓല് അടുത്ത വണ്ടിക്ക് ഇത് കഴിഞ്ഞു കൊണ്ടിട്ടോ. അടുത്തത് ഇവിടെ വെറും 1 മണിക്കൂറുള്ളൂ. 1 മണിക്കൂറിൽ ഫുൾ കവർ ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഈ വണ്ടിക്ക് അരി കയറാൻ നിൽക്കാതെ പോകണം. നമ്മൾ ദീപക്ക് കാലുത്താണ്. എന്താ എൻട്രി ഗേറ്റോ ഇതിൽ കൂടെ. ഇത് കൊല്ലം മാറ്റേണ്ടത് കൊണ്ട് കേട്ടോ. കാരണം വേറെ വീഡിയോയിൽ കണ്ടപ്പം ഈ ഗേറ്റ് അല്ലേ, വേറെ കവാടൊക്കെ ഇനി ഇതിനെ കൊല്ലം ഇങ്ങനെ മാറേണ്ടത് കൊണ്ട്, അല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത് കൊണ്ട് നമുക്കിങ്ങനെ പോയേക്കാം. ഇതിന് നമ്മളിപ്പോൾ ഗൈഡൊന്നും ഉണ്ടാവില്ല തോന്നുന്നു കേട്ടോ. ഇതിന് നമ്മൾ 1 മണിക്കൂറിൻ്റെ സമയത്തിൽ നമ്മൾ മൊത്തം ഇങ്ങനെ കണ്ട് തീർക്കുക എന്നുള്ളത് കൊണ്ട്. കാരണം ഇവിടെ ഗൈഡൊന്നും ഇല്ല. ഇവിടെ ഫസ്റ്റ് കണ്ട മെയിൻ ഗേറ്റ് അവിടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്താ ചായപ്പീടിയേ അല്ല, ഇരിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളതുകൊണ്ട്. ഇവിടെ എത്തിയും കേട്ടോ. അതാണ് മെയിൻ ഗേറ്റും ഉണ്ട്. വെൽക്കം ടു സെൻറ്റ് മേരി ഐലാൻഡ്. ഇവിടെ മറ്റേ വല്ല ബോട്ട് സർവീസിൻ്റെ ടീംസിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഓഷ്യൻ അഡ്വഞ്ചർ, ബോട്ട് ടുവാർഡ്സ് മാൽപ്പേ ബീച്ച്. ഇത് മറ്റേ ഇവിടെ സർവീസ് എടുത്തിന് 2 ടീം. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് നമ്മളെ മെയിൻ ഗേറ്റ്. ബൈക്കൂടെയാണ് ശരിക്കും പോലെ തോന്നുന്നത്. നമുക്കേതായാലും ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയേക്കാം. ഈ സൈഡിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ വരാം. ഇത് എത്ര സമയം കറങ്ങാണ്ടതൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് ഏകദേശം 2:40 തിരിച്ച് നമ്മൾ കയറിയ ഭാഗത്തിന് എത്താൻ പറഞ്ഞേക്കാണ് നമ്മോട്. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് മൊത്തം കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് എത്ര മണിക്കൂർ കവർ ചെയ്യാനുള്ള സാധനം അറിയില്ല, എത്ര കിലോമീറ്ററോ അല്ലെങ്കിൽ എത്ര ഏരിയ ഒന്നും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി പോയേക്കാം. വെള്ളമൊക്കെ നല്ല ക്ലിയർ ഉള്ള വെള്ളം കേട്ടോ. ക്യാമറ ക്ലിയർ ഉണ്ടോ എന്നറിയില്ല, പക്ഷെ നല്ല നല്ല നീല കളറാട്ടോ. കേട്ടോ, ഈ ഐലാൻഡിൻ്റെ ഹിസ്റ്റോറിക്കൽ വശം എന്താ വെച്ചാൽ 1498 നമ്മളെ വാസ്കോഡ ഗാമയില്ലേ, നമ്മളെ കോഴിക്കോട് കാലുത്തിയില്ലേ, അതിൻ്റെ മുമ്പ് വാസ്കോഡ ഗാമ ഇവിടെ കാലുത്തി എന്നാണ് പറയപ്പെടുന്നത്. അതേമാതിരി ഈ സെൻറ്റ് മേരി പേര് ഐലാൻഡ് പേരാണ് കാരണം വെച്ചാൽ നമ്മളെ യേശുക്രിസ്തുവിൻ്റെ മാതാവ് ഉണ്ടല്ലോ, മേരി, ആ പേരിലാണ് ഈ ഐലാൻഡ് അറിയപ്പെടുന്നത്. ഇവിടെ ഒക്കെ ഉണ്ട് ഓരോരോ വഴികൾ കാണേണ്ടതാ. അല്ല, നോ എൻട്രി. എന്നാൽ ഇവിടെ എൻട്രി ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്തോ പോയേക്കണല്ലോ, നോ എൻട്രി പറയാൻ മാത്രം എന്താണല്ലോ നമുക്ക് നോക്കണം. അല്ല, ഇവിടെ മനുഷ്യന്മാരൊന്നും ഇല്ലേ.
ഫ്ലാഗ് കാണുന്നുണ്ട് മേലെ. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, വെറുതെ അല്ല നോ എൻട്രി എഴുതി. എന്നാലും എന്തൊക്കെയോ ഉണ്ട്. പോയി നോക്കാം. യാ, ഇവിടെയാണ് കാഴ്ചകൾ. എന്താ ഒന്നുമില്ലല്ലോ. പണ്ടെന്തോ ഉണ്ടേനി, പണ്ടെന്തോ ഒരു സ്മാരകം എന്തിലൊക്കെ ഉണ്ടാവുക. അവിടെ ആരും ഇരിക്കണ്ടല്ലോ. ഏതാ കളർ, നീല കളറ്. വെള്ളം കണ്ടോ, നീല കളറ്, നീല പച്ചേ, രണ്ട് കളറും കാണും കേട്ടോ. ഇവിടെ നിന്ന് ആരോ മോട്ടർ അടിക്കണം കേട്ടോ. നമ്മൾ ചാലിയാർ കുടിവെള്ള പദ്ധതി പറഞ്ഞ മാതിരി ഐലാൻഡ് കുടിവെള്ള പദ്ധതി. സ്ക്രീനിൽ കാണുമ്പോൾ ഒന്നായിട്ട് കറുത്ത മാതിരി കിട്ടും. മറ്റേ പാറൊക്കെ പാറിൻ്റെ പിന്നെ കളർ കറുപ്പ് തന്നെയല്ലോ, അങ്ങനെയല്ല, വേറെ ഡാർക്ക് കൂടിയ മാതിരി ഉണ്ട്. ഇത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ല കട്ടിപ്പൊടി കളറാട്ടോ. നോ എൻട്രി എഴുതിയ സ്ഥലം സൂപ്പറാണ്. ഇവിടെയൊക്കെ നോ എൻട്രി എഴുതിയേക്കാൻ പാടുണ്ടല്ലോ, ചെയ്ത് തെറ്റല്ലേ. എന്ത് സംഗതി, കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച മാതിരി, മെഷീൻ വെച്ച് കട്ട് ചെയ്ത മാതിരി അല്ലേ. ഓ, ഏതാന്നെ വെച്ചത് ഉണ്ടോ, ഫുള്ള് കഷ്ടം മുറിച്ച് വെച്ച മാതിരി, ഫുള്ളങ്ങനെ ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയ മതി കേട്ടോ. ഏതാന്ന് നമുക്ക് എഴുതിയാലേ ഇതൊക്കെ ഒന്ന് കയറി പോയേക്കുക. ആ ഭാഗത്തേക്ക് തന്നെ പോക്കുക. അവിടെ അങ്ങനെ നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. കയറി പോയേക്കുക. തന്നെയാണ് വൈകി തോന്നുന്നുണ്ട്. ഇതൊക്കെ വെളുക്കും തോന്നുന്നുണ്ട് കേട്ടോ. യെസ്, ഓ സെറ്റ് സീന്. ഏതാ വെള്ളം, ഇനി അപ്പുറത്തേക്ക് ചാടുക, വെള്ളത്തേക്ക് ഇറങ്ങിയാലോ. ഇതിനങ്ങോട്ട് പോയാൽ എന്താ പാട് അറിയില്ല കേട്ടോ. ഇതിലും പോയി വെക്കുക, കിട്ടിയാൽ കിട്ടി, ഇല്ല തിരിച്ച് പോരാ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇവിടെ നിന്ന് വൃത്തിയില്ലേ, ഇത് കടലിന് വാവ്. ഓ സെറ്റ്. രണ്ട് തിരമാല കൂട്ടിമുട്ട സ്ഥലം കേട്ടോ. ഓയ്, രണ്ട് തിരമാല കൂട്ടിമുട്ട സ്ഥലം.
വെള്ളത്തിന് പവറിന് കിട്ടോ, വെള്ളം അടിച്ച് കയറ്റുണ്ട്, കൺട്രോൾ കിട്ടുന്നില്ല. ഓ നടക്കാൻ കഴിഞ്ഞ കേട്ടോ. നമുക്ക് ഇതിന് ബാക്കി സ്ഥലം പാടെ ഇങ്ങനെ കവർ ചെയ്യാം. കാരണം നമുക്ക് ആകെ ഇവിടെ ഒരു മണിക്കൂറേ ഉള്ളൂ. ആ മണിക്കൂറുകൊണ്ട് ഫുൾ കവർ ചെയ്യണം നമ്മൾ. ഏതായാലും നോ എൻട്രി പൊളിച്ചടിച്ചിട്ടോ, അടിപൊളി സ്ഥലം. നമുക്ക് എൻട്രിയുടെ ഭാഗം നോക്കാം, അതിനെങ്കാടി പൊളിയേക്കാരം. അയ്യോ ഇതാണ്ടോ ഇവിടുത്തെ മെയിൻ ദ്വീപിൻ്റെ കാഴ്ച നടന്നുകൊണ്ട്. ആകെ 20 മിനിറ്റ് പോവുള്ളൂ. 2:20 2:40 നമുക്ക് തിരിച്ചു ഇവിടുന്ന് പോകണം. അവിടെ എന്തോ സാധനം കേട്ടോ, ചെറിയ കവാടന്മാർക്ക് എന്തോ ചെയ്തത്. ഇനി അതാവോ മെയിൻ. നമ്മൾ ഓരോ സ്ഥലം കാണുമ്പോൾ അതാണ് മെയിൻ, അതാണ് മെയിൻ, അക്കരെ വെച്ച പറഞ്ഞ മാതിരി അതാണ് സെറ്റ് വിചാരിച്ചിട്ടോ. പക്ഷെ അതിലെല്ലാം നേക്കന്നെ കേട്ടോ. ഇതിൻ്റെ ഏത് ഏരിയക്ക് പോയാലും ഏകദേശമൊക്കെ സെറ്റായിട്ട് തന്നെ. ഇത് കുപ്പിയായിട്ട് എന്തോ ചെയ്താണ്. സാധാ വെള്ളത്തിൻ്റെ ബോട്ടിലില്ലേ, ആ ബോട്ടിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത സാധനമാണ് കണ്ടോ, വെള്ളക്കുപ്പിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി സെറ്റ് സ്ഥലം കേട്ടോ. ഇവിടെ ഡേഞ്ചർ സോണാണ്, നോ സ്വിമ്മിങ്, ഇവിടെ നീന്താൻ പറ്റില്ല. ഇത് സംഗതി പൊള്ളി കേട്ടോ. മറ്റേത് കണ്ടതിൻ്റെ കൂടുതൽ സെറ്റ് കേട്ടോ. ഇതാണ് ഞാൻ വീഡിയോയിൽ കണ്ടത് തോന്നുന്നു. ഈ സേസ് ഏരിയയാണ് ഞാൻ വീഡിയോയിൽ കണ്ടത് കൊണ്ട് ഞാൻ മുമ്പ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് വീഡിയോസ് ചെക്ക് ചെയ്തിനി. ഇവിടെയാണ് ആ സ്ഥലം തോന്നുന്നുണ്ട്. ഇതന്നെ മെയിൻ തോന്നുന്നുണ്ട്. കാരണം ഏകദേശം ആൾക്കാരൊക്കെ ഇവിടെ, മറ്റേ ഭാഗത്തൊന്നും ആൾക്കാരില്ലല്ലോ. എല്ലാ ആൾക്കാരും നേരെ കയറി നിങ്ങോട്ടുണ്ട്. ആ മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ, മറ്റേ സെൻറ്റ് മേരി ഐലൻഡ് എഴുതിയ ഗേറ്റ്, അത് നേരെ വരുന്ന ഇങ്ങോട്ടാണ് തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ തന്നെ ഉള്ളത്. ഇവിടെ തന്നെ ഇപ്പം ഇതിൻ്റെ തന്നെ കാരണം മെയിൻ സ്പോട്ട്. ഇതിൻ്റെ സംഗതി സൂപ്പറായിട്ടോ. നല്ല ബ്ലൂ കളർ വെള്ളം, ഏതാ സെറ്റ്. ഓ ഇതാണ് ശരിക്കും നീലയും പച്ചയും ഒക്കെ കൂടിയുണ്ട്. ഇതാട്ടോ ഏകദേശം ഇതിൻ്റെ എൻ്റെ. ഈ ഇത് നമ്മൾ നേരെ ഇങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, എന്താ പറയുക, ബോട്ട് വന്ന് ഇറങ്ങിയ സ്ഥലത്തേക്ക് എത്തും നമ്മൾ. നല്ല സ്പോട്ടുണ്ട് കേട്ടോ. ഓ ഏതാന്നല്ലേ ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നല്ലൊരു സ്ഥലം തരും. ഇതാണ് മക്കളെ ഐലാൻഡ്. ഏതാ സീനിലെ ഇവിടൊക്കെ വന്നില്ലാണ്ട് ലൈഫ് കഴിഞ്ഞ്, ലൈഫിൻ്റെ പകുതി കഴിഞ്ഞ്. ഇതൊക്കെയാണ് കാണേണ്ട സ്ഥലങ്ങൾ. ഇതിന് മണലില്ലടാ, ഇവിടെ മണലില്ല കേട്ടോ. മണൽ ഏതുല്ല പുള്ളി ഈ സാധന കേട്ടോ. ഇവിടെ മണൽ തന്നെ കേട്ടോ. നോക്ക് ഇല്ലോ, മണൽ തന്നെ തീയില്ല. ഏതാ സെറ്റ്
മണലില്ലാത്ത ഐലാൻഡ്. ഇതന്നെ കേട്ടത് ലാസ്റ്റ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ഈ സെൻറ്റ് മേരി ഐലാൻഡ് ഫുള്ള് കവറാവും. സംഗതി ഒരു സെറ്റിനില് നീല കളർ വെള്ളം, കണ്ടല്ലോ ലാസ്റ്റ് കാണുന്നത്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് വന്ന് ഇറങ്ങിയ സ്ഥലമാണ് ആ ലാസ്റ്റൊക്കെ കാണുന്നത്. അവിടെ ഫ്ലാഗൊക്കെ വെച്ച് കാണുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഏകദേശം ഫുള്ള് മാൽപ്പെ ബീച്ച് ഫുൾ കവർ ചെയ്തിട്ടു. നമ്മൾ ഏകദേശം ഫുൾ സ്പോട്ട് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ബോട്ട് വന്ന് നമ്മൾ നേരെ തിരിച്ച് മാൽപ്പെ ബീച്ചിലേക്ക്. അപ്പം നമ്മളെ ബോട്ട് വന്നിട്ട് നമ്മൾ നേരെ തിരിക്കഴിഞ്ഞ് നമ്മൾ നേരെ മാൽപ്പെ ബീച്ചിലേക്ക്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.